LDC രണ്ടാം ഘട്ട പരീക്ഷ കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ആദ്യഘട്ടത്തേക്കാൾ അത്യാവശ്യം നല്ല നിലവാരം പുലർത്തിയ ഒരു എക്സാമായിരുന്നു രണ്ടാമത് നടന്ന കൊല്ലം കണ്ണൂർ LDC എന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ എക്സാമിൽ മിക്ക ആൾക്കാർക്കും മാർക്ക് കുറയാനും അതുപോലെ തന്നെ നെഗറ്റീവ് കൂടാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഈ രണ്ട് എക്സാമുകളിലും PSC നല്ല രീതിയിലുള്ള വ്യത്യസ്തത പുലർത്തിയിട്ടുണ്ട്. കാരണം ആദ്യത്തെ എക്സാം എഴുതുന്ന ഒരാൾക്ക് ശരാശരി ഒരു 70-75 മാർക്ക് സ്കോർ ചെയ്യുന്നതിന് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. എന്നാൽ രണ്ടാം ഘട്ടം എഴുതിയ ഒരാൾക്ക് അത്രയും മാർക്ക് കിട്ടാനുള്ളൊരു ചാൻസും ഇല്ല. എങ്കിലും ചില ടോപ്പിക്കുകൾ നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് കോൺസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ തന്നെ സുപ്രധാന നിയമങ്ങൾ, സാമ്പത്തിക ശാസ്ത്രം, കറണ്ട് അഫയേഴ്സ്, ഇതിൽ നിന്നൊക്കെ ഒരു പരിധി വരെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. അതുപോലെ തന്നെ കഴിഞ്ഞ തവണത്തെ ക്വസ്റ്റ്യനിൽ വ്യക്തികളെക്കുറിച്ചുള്ള ചില ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇത്തവണയിൽ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കൂടുതലായി കണ്ടില്ല. അതുപോലെ തന്നെ മാത്സ് എടുത്തു കഴിഞ്ഞാൽ ഒരു ഏവറേജുകാരനെ സംബന്ധിച്ച് കഴിഞ്ഞ തവണത്തേക്കാൾ ഇത്തിരി ടഫായിരുന്നു ഇത്തവണത്തെ ക്വസ്റ്റ്യൻസ്. എങ്കിലും മാത്സ് അത്യാവശ്യം നന്നായി അറിയുന്ന ഒരാൾക്ക് മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇംഗ്ലീഷും മലയാളവും പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ അതിൽ നിന്ന് കുറച്ച് മാർക്ക് ഉറപ്പിക്കാൻ പറ്റും. GKക്കാളും എളുപ്പത്തിൽ മാർക്ക് നേടാൻ പറ്റുന്ന സബ്ജക്റ്റുകളാണ് മലയാളം, ഇംഗ്ലീഷ്, അതുപോലെ തന്നെ മാത്സ് എന്നത്. ഒന്ന് നല്ല രീതിയിൽ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഗത്തു നിന്നുള്ള 30 മാർക്കിൽ ഒരു 25-26 മാർക്ക് തീർച്ചയായും നേടാൻ സാധിക്കും. അങ്ങനെ ആ 25-26 മാർക്ക് നമുക്ക് നേടാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ റാങ്കുകളിൽ തന്നെ വലിയ മാറ്റം ഉണ്ടാക്കും. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ഇംഗ്ലീഷും മാത്സും മലയാളം കൂടുതൽ പ്രാധാന്യം നൽകി പഠിക്കാനും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ റിവിഷൻ ചെയ്ത് പഠിക്കാൻ ശ്രദ്ധിക്കുക. കാരണം പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങളായതുകൊണ്ട് ചില ചോദ്യങ്ങൾ നമുക്ക് എളുപ്പമാണെന്ന് തോന്നുമെങ്കിലും ശരിയായ രീതിയിൽ നിന്ന് വായിച്ച് നോക്കുമ്പോൾ അതിന് ആൻസർ കണ്ടെത്താൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി നന്നായി ടോപ്പിക്കുകൾ റിവിഷൻ ചെയ്ത് പഠിക്കുക. അതുപോലെ തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ പഠനത്തിൻ്റെ കൂടെ മോഡൽ എക്സാം പ്രിപ്പയർ ചെയ്യുന്ന ആളാണെങ്കിൽ പരമാവധി നെഗറ്റീവ് മാർക്ക് കുറച്ച് പരിശീലിക്കാൻ ശ്രദ്ധിക്കണം. എക്സാമിൻ്റെ നിലവാരം അനുസരിച്ച് നമുക്ക് കിട്ടുന്ന മാർക്കിലും അതുപോലെ തന്നെ കട്ട് ഓഫിലൊക്കെ ഏറ്റക്കുറച്ചിലുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ യാതൊരു വിധത്തിലും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കാരണം തിരുവനന്തപുരം LDCക്ക് ഒരു ഏവറേജുകാരന് 70-75 മാർക്ക് സ്കോർ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ ഇത്തവണത്തെ എക്സാമിന് അതേ ഏവറേജുകാരന് തന്നെ ഒരു 60-65 മാർക്ക് എന്നത് നല്ല സ്കോറായിരിക്കും. അതുകൊണ്ട് എക്സാമിൻ്റെ നിലവാരം അനുസരിച്ച് നമ്മുടെ മാർക്കിനെക്കുറിച്ച് ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കാരണം നന്നായി പ്രിപ്പയർ ചെയ്ത എല്ലാവർക്കും എക്സാം എന്നത് ഒരുപോലെ തന്നെയായിരിക്കും. അതുകൊണ്ട് പരമാവധി നെഗറ്റീവ് മാർക്ക് കുറക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്.